ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് വ്ളോഗിൽ ഞാൻ ആദ്യം തന്നെ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ ജ്യൂസാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലായിടത്തും പച്ചമാങ്ങയുടെ സീസണാണ്. അപ്പോൾ ഞാനിന്ന് പച്ചമാങ്ങ ജ്യൂസാണ് ആദ്യം തന്നെ റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ, മീഡിയം സൈസിലുള്ള ഒരു മാങ്ങ നല്ലപോലെ ഒന്ന് കഴുകി ഇതേപോലെ തൊലിയൊക്കെ ഒന്ന് ചെത്തിയെടുത്ത് കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 2 കപ്പ് ഐസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. 2 കപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കപ്പായാണ് 2 കപ്പ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി, ചെറിയ കഷ്ണം മതി കേട്ടോ ഇഞ്ചി, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അധികം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ അടിഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനാണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലേക്ക് ഇങ്ങനെ അരിച്ചൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ അടിക്കുന്ന സമയത്ത് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. എന്താ വെച്ചാൽ ചിലപ്പോൾ മാങ്ങ കഷ്ണങ്ങളൊക്കെ അങ്ങനെ എടുക്കും, ചിലപ്പോൾ അടിഞ്ഞ് കിട്ടില്ല, അതിന് കുറച്ച് പാടുള്ളതാണ് കേട്ടോ പച്ചമാങ്ങ ആയ കാരണം. അപ്പോൾ ഞാൻ പഞ്ചസാര ആ സമയത്ത് ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നല്ലപോലെ തന്നെ പഞ്ചസാര വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ 2 ചില്ല് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഐസ് വെള്ളത്തിലാണ് അടിച്ചെടുത്തത്, എന്നാലും ചെറിയ തണവ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കഷ്കഷ് അത് 2 ടേബിൾ സ്പൂൺ വീതം 2 ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പച്ചമാങ്ങ ജ്യൂസ് റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ നമ്മൾക്ക് ഒരു മാങ്ങ വെച്ചിട്ട് ഒരു 3 ഗ്ലാസ്സൊക്കെ ജ്യൂസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ജ്യൂസാണ്, നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇന്നത്തെ നോമ്പുതുറ വിഭവങ്ങളായിട്ട് ഞാനൊന്നും തന്നെ ഉണ്ടാക്കണില്ല കേട്ടോ. ഒക്കെ ഇന്ന് ഉമ്മയും നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ മേടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. നാത്തൂൻ വരുമ്പോൾ പൊറോട്ട പിന്നെ നൂലപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൂലപ്പം ഞാൻ എന്തായാലും എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. എന്താ വെച്ചാൽ ഉമ്മ പത്തിരിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ മറ്റേ കൈപ്പത്തിരിയില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ കൂടി ഇന്നെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കഴിക്കില്ല, പിന്നെ ഒക്കെ വേസ്റ്റാക്കി കളയേണ്ടി വരും. അപ്പോൾ നൂലപ്പം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഉമ്മ കുറച്ച് ചിക്കനും മേടിച്ചു കേട്ടോ. ഉമ്മ എന്തായാലും വൈകുന്നേരം ഒരു 3:30-4 മണിയാകുമ്പോഴേക്കും ഉമ്മ പോവുകയും ചെയ്യും. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്ന് മലപ്പുറത്തേക്ക് എത്തണ്ട. അപ്പോൾ അവിടെ എത്തുകഴിഞ്ഞ് പിന്നെ ചോറും കറിയൊക്കെ വെക്കാൻ നിൽക്കണം. അപ്പോൾ ഞാൻ ചോറ് എന്തായാലും വെച്ചതുണ്ട്. അപ്പോൾ അതൊന്നും ഉമ്മക്ക് പാക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ചിക്കൻ കറി ആണെങ്കിൽ അതും കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഉമ്മ ചിക്കൻ മേടിച്ച് തന്നപ്പോൾ അങ്ങനെ തന്നെ വേഗം ഞാൻ കുക്കറിലിട്ടിട്ടാട്ടോ വേഗം ചിക്കൻ വെച്ചത്. പിന്നെ ഉമ്മ ഭക്ഷണമൊക്കെ കഴിച്ചു. ഉമ്മക്ക് എന്തായാലും നോമ്പില്ലല്ലോ, ഉമ്മക്ക് വയ്യാത്ത കാരണം ഉമ്മ നോമ്പെടുക്കാറില്ല. പിന്നെ ഒക്കെ കഴിച്ച് അവരൊക്കെ പോയിട്ടോ. പിന്നെ നമ്മൾ ഇന്നത്തെ നോമ്പുതുറ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.